ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. കാരണം ഇനി 2024ലേക്ക് കടക്കാൻ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അതിനു മുന്നേ നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷേ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സിനിമയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത്. 12th ഫെയിൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. സിനിമയുടെ റിലീസിന്റെ സമയം തന്നെ ഒരുപാട് രീതിയിലുള്ള പോസിറ്റീവ് റിവ്യൂസും ഇപ്പോൾ കേരളത്തിൽ വളരെ ലിമിറ്റഡ് റിലീസായിരുന്നു. ബട്ട് ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. 12th ഫെയിൽ എന്ന് പറയുന്ന അനുരാഗ് പഥക്കിന്റെ ഒരു പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ സ്റ്റോറി. മനോജ് കുമാർ ശർമ്മ എന്ന IPS ഓഫീസറിന്റെ ഡ്രീമും അതിനെ അച്ചീവ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ആ ജേർണിനെയും കുറിച്ചിട്ടാണ് സിനിമ മൊത്തത്തിൽ ഡീൽ ചെയ്യുന്നത്. ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാവരും ജീവിക്കേണ്ടിയായിരുന്നു. മനോജ് കുമാർ ശർമ്മയുടെ റോൾ ചെയ്തിട്ടുള്ള വിക്രാന്ത്, ആ ഒരു ക്യാരക്ടർ വിക്രാന്ത് മാസെ ആൻഡ് മേധാ ശങ്കറിന്റെ ശ്രദ്ധ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ വളരെ കിഡിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ പറയേണ്ടത് ഈ UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പല അറ്റംപ്റ്റുകളും ട്രൈ ചെയ്യുന്ന മനോജ് കുമാർ ശർമ്മയുടെ ആ ഒരു ലൈഫിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ കാണിക്കുമ്പോൾ നമ്മളും ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ടെൻഷൻ അനുഭവിക്കുന്ന പല സീനുകളും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. സങ്കടം വരുന്നിടത്ത് സങ്കടം, സന്തോഷം, രോമാഞ്ചം അല്ലെങ്കിൽ പടം കണ്ടു കഴിയുമ്പോൾ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു 12th ഫെയിൽ. സിനിമയുടെ ഏറ്റവും വലിയൊരു മറ്റൊരു പോസിറ്റീവാണ് ഇതിൽ ആ UPSC എക്സാമിനുള്ള ട്രൈ ചെയ്യുന്നതും അതിനുള്ള ടെൻഷനുകളും അറ്റ് എ ടൈം വർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് തൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റാനുള്ള ആളുടെ മനോജിന്റെ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ഇതിലൊരു ക്യാരക്ടർ മനോജിനോട് പറയുന്ന പോലെ എവിടെയാണ് നമ്മൾ ഫെയിൽ ആയെന്ന് തോന്നുക അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, എവിടെയാണ് നമുക്ക് തെറ്റിയത് അത് നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു റീസ്റ്റാർട്ട് ഓപ്ഷനെ കുറിച്ച് നമ്മളെ ഹിന്റ് തരുന്നുണ്ട്. ഒരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം 2023 അവസാനിക്കാൻ എനിക്ക് ഈ സിനിമ കാണാൻ പറ്റി. അതെന്തുകൊണ്ട് എന്തെങ്കിലും ഹിന്റ് തരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള വല്ല മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഹിന്റ് ആണെങ്കിൽ ഈ സിനിമ. സോ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഈ സിനിമ നമ്മൾ കഴിഞ്ഞാൽ. ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ശ്രമിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. സോ അതൊക്കെ ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണെങ്കിലും ഈ സിനിമ ഈ ഒരു ഇമ്പാക്റ്റ് ആണ് എനിക്ക് ഈ സിനിമ തന്നത്. പല സിനിമകളും നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഒരു സിനിമ അങ്ങനെയുള്ള ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുള്ള നല്ലൊരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പടം ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഇതിന്റെ മൊത്തം ആ ഒരു സെറ്റപ്പ് ഇപ്പൊ ചമ്പലിലുള്ള മനോജ് കുമാറിന്റെ വീട്ടിൽ നിന്നുള്ള ഈ യാത്ര എവിടെ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ ആ എത്തിച്ചേരുന്ന അവസ്ഥയിൽ കിട്ടണേ എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലും ടെൻഷനും ഹാർട്ട് ബീറ്റും ഒക്കെ റൈസ് ചെയ്യാൻ സിനിമയ്ക്ക് പല മൊമെന്റ്സിലും പറ്റിയിട്ടുണ്ട്. ആൻഡ് വളരെ ഒരു അനാവശ്യമായിട്ടുള്ള സീൻ പോലും സിനിമയിൽ എനിക്ക് ഇല്ലതായിട്ട് തോന്നിയില്ല. കാരണം എല്ലാം എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ആ സ്റ്റോറി എന്താണോ അത്രയും ക്ലീൻ ആയിട്ട് തന്നെ അവതരിപ്പിച്ചു തന്നു. പടം അവസാനിക്കുമ്പോൾ ശരിക്കുള്ള മനോജ് കുമാർ ശർമ്മയുടെ ഫാമിലിനെ കുറിച്ചിട്ട് ലൈഫിനെ കുറിച്ചുള്ള കുറെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ റിലീസ് ചെയ്യുന്ന അവർ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഈ സിനിമ കാണുന്നത് വളരെയധികം ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്കുകൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ഹിന്റ് തന്നെ ആയിരിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ 12th ഫെയിൽ. ആ ഒരു IPS ജേർണിയിലേക്കുള്ള മനോജ് കുമാർ ശർമ്മയുടെ ആ ഒരു യാത്ര നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസിന്റെ ആ ഒരു ലിസ്റ്റിലേക്ക് ഈ സിനിമ കൂടി ഇടം പിടിച്ചു എൻ്റെ കയ്യില്. എന്തായാലും നിങ്ങൾ കാണുക. കണ്ടു തന്നെ നിങ്ങൾ അത്രയും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. അത് അത്രയും നല്ലൊരു പ്രോമിസ് തന്നെയാണ്. സോ പടം നിങ്ങൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. വിചാരിച്ച കാര്യങ്ങൾ നേടാനോ പറ്റിയില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഈ വരുന്ന ഒരു വർഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിലും സാധിക്കട്ടെ. സോ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് അൺടിൽ ദെൻ ബൈ.